ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കംസൻ അക്രൂരനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുന്നതാണ്. അങ്ങനെ കംസൻ്റെ ദൗത്യവും വഹിച്ചുകൊണ്ട് അക്രൂരൻ കംസൻ്റെ രഥത്തിൽ കയറി വൃന്ദാവനത്തിലേക്ക് പോകുന്നു. അക്രൂരൻ്റെ മനസ്സിൽ പല തരത്തിലുള്ള ചിന്തകളാണ് ആ സമയത്ത് ഇളകി മറിയുവാൻ തുടങ്ങിയത്. ദൈവമേ, ദുഷ്ടനായ കംസൻ്റെ സന്ദേശവും കൊണ്ട് പുറപ്പെട്ടിരിക്കുന്ന ഞാനും ഒരു പരമദുഷ്ടനായി തീർന്നിരിക്കുന്നു. എന്തു ചെയ്യും? അവൻ്റെ നിയോഗം നിരസിച്ചാൽ എൻ്റെ കഴുത്തവൻ വെട്ടും. ആ ദുഷ്ടൻ ഭീതിയോടുകൂടി എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. എത്രയെത്ര ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണൻ, ഭഗവാനെ, എൻ്റെ ഒരു ജ്യേഷ്ഠനായ വസുദേവരുടെ പുത്രനായി ജനിച്ചുവെങ്കിലും ആ പുണ്യമൂർത്തി ലോകൈകനാഥനായ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായ അവതാരമാണ് എന്ന് നാരദ മഹർഷി അരുളി ചെയ്തത് എത്രയോ സത്യമാണ്. ഇങ്ങനെയൊക്കെ അക്രൂരൻ ചിന്തിക്കുകയാണ്. ഇങ്ങനെ പലതും ചിന്തിച്ചും ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞും ഒക്കെ സന്ധ്യയോടുകൂടി അക്രൂരൻ വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് അദ്ദേഹം നന്ദഗോപരുടെ ഗൃഹത്തിൻ്റെ അടുക്കലുള്ള ആ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ മഹർഷിമാർ വർഷങ്ങളോളം തപസ്സു ചെയ്താൽ പോലും ലഭിക്കാത്ത, കാണാൻ കഴിയാത്ത അത്രയും പുണ്യകരമായ ഭഗവാന്റെ തൃപ്പാദങ്ങൾ ആ ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്നതായിട്ട് അക്രൂരൻ കാണുന്നു. അതോടുകൂടി ആ ഭക്തോത്തമൻ രഥത്തിൽ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങുകയും ഭഗവാന്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണ് വാരി ശിരസ് മുഴുവനും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഭഗവാനെപ്പറ്റി ഓർത്ത് ചിന്തിച്ച് ആനന്ദത്താൽ കണ്ണുനീർ വാർത്തുകൊണ്ട് വീണ്ടും ആ രഥത്തിൽ കയറി മുമ്പോട്ട് പോവുകയാണ്. ആ സമയം ഗോപികളും ഗോപന്മാരും കൃഷ്ണ സങ്കീർത്തനങ്ങൾ പാടി സന്ധ്യാനാമം ജപിക്കുന്നത് ആ ഭക്തോത്തമൻ കേൾക്കുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭക്തിയുടെ ഒരു വലിയ വേലിയേറ്റം തന്നെ ഉണ്ടാകുന്നു. ഗോപസ്ത്രീകൾ കണ്ണൻ്റെ കമനീയമായ പ്രതിമകൾ ഉണ്ടാക്കി അവയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ആരാധിക്കുന്നു. ചിലർ നൃത്തം ചെയ്യുന്നു. എല്ലായിടത്തും കൃഷ്ണമയം. അക്രൂരൻ ഇതെല്ലാം കണ്ടിട്ട്, ദൈവമേ, ഇങ്ങനെയൊരു കൃഷ്ണഭക്തിയുണ്ടോ എന്നോർത്ത് കൈകൂപ്പി ഒരു നിമിഷം ആ രഥത്തിൽ അങ്ങനെ ഇരുന്നു പോയി. കൃഷ്ണ, അങ്ങെവിടെ? അങ്ങയുടെ രൂപലാവണ്യമൊന്ന് കാണുവാൻ എൻ്റെ ഹൃദയം തുടിക്കുന്നു. കൃഷ്ണ, അങ്ങ് എന്നെ സ്പർശിക്കുമോ? എന്നെ ദർശിക്കുമോ? എന്നെ അനുഗ്രഹിക്കുമോ? കൃഷ്ണ, അങ്ങെവിടെ? ഇങ്ങനെയൊക്കെ അക്രൂരൻ ചിന്തിക്കുകയാണ്. ഇതിനിടയിൽ തേര് മെല്ലെ മെല്ലെ നീങ്ങി നന്ദഗോപൻ്റെ ഗൃഹത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുന്നു. വൈകുന്നേരത്തെ കുളിയും കഴിഞ്ഞ് മഞ്ഞയും നീലയും നിറമുള്ള മനോഹരങ്ങളായ വസ്ത്രങ്ങളുമെല്ലാം ധരിച്ച് തലമുടി കൂട്ടിക്കെട്ടി അതിൽ മയിൽപ്പീലിയൊക്കെ തിരുകി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് തൊഴുത്തിൽ ഗോപസ്ത്രീകൾ പശുക്കളെ കറക്കുന്നതും നോക്കി രസിച്ചു കൊണ്ട് നിൽക്കുന്ന കൃഷ്ണനെയും രാമനെയും അക്രൂരൻ ദൂരത്തു വെച്ചു തന്നെ കാണുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം രഥത്തിൽ നിന്നും താഴെ ഇറങ്ങി കൂപ്പു കൈകളോടുകൂടി നിൽക്കുകയാണ്. അക്രൂരനെ ദൂരെ വെച്ചു തന്നെ കൃഷ്ണനും രാമനും കാണുന്നു. പീതാംബരൻ ജ്യേഷ്ഠനെയും കൂട്ടിക്കൊണ്ട് അക്രൂരൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുന്നു. ആ ഭക്തൻ
കൃഷ്ണൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. കൃഷ്ണൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഗാഢമായി ആലിംഗനം ചെയ്യുന്നു. സന്തോഷത്തോടുകൂടി ബലരാമനും ഒരുമിച്ച് കൈക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി വേണ്ട വിധത്തിലുള്ള ആചാരമര്യാദകളെല്ലാം ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് രുചികരമായ ചൂട് പാല് കൊണ്ടുവന്ന് നൽകുന്നു. അതിനുശേഷം കൃഷ്ണനും രാമനും കൂടി ചേർന്നിരുന്ന് അദ്ദേഹത്തിന് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നു. അപ്പോഴേക്കും സന്ധ്യാവന്ദനത്തിനു ശേഷം നന്ദഗോപരും അവിടേക്ക് എത്തിച്ചേരുന്നു. അദ്ദേഹം രാമകൃഷ്ണന്മാരെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മക്കളെ, ഇദ്ദേഹം ആരാണ് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തിനോട് ഇത്രയും ലോഹ്യം കാണിച്ചത്? ഇദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അച്ഛൻ്റെ ഒരു ബന്ധുവല്ലേ, അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്രകാരം പ്രവർത്തിച്ചത് എന്ന് ബലരാമൻ പറയുകയും ചെയ്യുന്നു. അത് ശരിയാണ്, ഇദ്ദേഹം നമ്മുടെ ബന്ധുവാണ് എന്ന് നന്ദഗോപൻ അവരോട് പറയുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് അക്രൂരനോട്, അല്ലയോ അക്രൂര, ഒരു ബന്ധുവായ അങ്ങ് എന്നെ ഇപ്പോൾ കാണാൻ വന്നത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമായി. അങ്ങേക്കും കംസമഹാരാജാവിനും സുഖമല്ലേ? യാദവശ്രേഷ്ഠനായ വസുദേവരും പത്നിമാരും ക്ഷേമത്തോടുകൂടി കഴിയുന്നില്ലേ? ഇങ്ങനെയൊക്കെ നന്ദഗോപൻ അക്രൂരനോട് ചോദിക്കുന്നു. അപ്പോൾ അക്രൂരൻ പറയുകയാണ്, അല്ലയോ നന്ദഗോപരെ, ഞാനിപ്പോൾ കംസമഹാരാജാവിൻ്റെ ഒരു ദൂതനായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു യാഗം നടത്തുവാൻ ആരംഭിച്ചിരിക്കുന്നു. ആ യജ്ഞത്തിൽ പങ്കുകൊള്ളുവാൻ ബന്ധുക്കളും സ്നേഹിതന്മാരുമൊക്കെ എത്തിച്ചേരണം എന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹം നിങ്ങളെ എല്ലാവരെയും അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അങ്ങും അദ്ദേഹത്തിൻ്റെ സ്യാലനായ വസുദേവരുടെ മാതുലപുത്രനാണല്ലോ. അതുകൊണ്ട് അങ്ങും കംസൻ്റെ ബന്ധുവാണ്. ആ നിലയ്ക്ക് അങ്ങയെ ക്ഷണിച്ചിരിക്കുന്നു. അങ്ങയോടും മറ്റു ബന്ധുക്കളോടും എത്രയും പെട്ടെന്ന് മധുരയിലേക്ക് ചെല്ലണമെന്ന് ഭോജരാജൻ കൽപ്പിച്ചിരിക്കുന്നു. കൂടാതെ അങ്ങയുടെ പുത്രനായ കൃഷ്ണകുമാരനെക്കുറിച്ചും വസുദേവരുടെ പുത്രനായി ഇവിടെ വളരുന്ന ബലരാമനെക്കുറിച്ചുമുള്ള കീർത്തി അദ്ദേഹം കേട്ടുകഴിഞ്ഞിരിക്കുന്നു. അവരെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി അയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. അവരെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ എന്നെയാണ് അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ രഥം തന്നെ തന്നയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മധുരാപുരിയുടെ രാജാവായ കംസൻ നടത്തുന്ന യാഗത്തിന് തന്നെ ക്ഷണിച്ചത് വലിയ ഒരു ബഹുമതിയായി പാവം നന്ദഗോപർക്ക് തോന്നുകയാണ്. അദ്ദേഹം ഗോപപ്രമാണികളെയെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അതിരാവിലെ തന്നെ യാത്ര പുറപ്പെടണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. കഴിവുള്ളിടത്തോളം വണ്ടികൾ സജ്ജമാക്കാനും കാഴ്ചദ്രവ്യമായി ഉള്ളിടത്തോളം പാലും തൈരും വെണ്ണയുമൊക്കെ കൊണ്ടുപോകാനും അദ്ദേഹം ഏർപ്പാട് ചെയ്യുന്നു. അതിനുശേഷം അതിഥിക്ക് രുചികരമായ അത്താഴമൊക്കെ നൽകി വേണ്ട വിധത്തിൽ നന്ദഗോപര് തന്നെ സൽക്കരിക്കുന്നു. അക്രൂരന് കിടക്കുവാനുള്ള കിടക്ക കൃഷ്ണൻ തന്നെ വിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിന്മേൽ അദ്ദേഹത്തെ ആദരപൂർവം കൊണ്ടുവന്ന് കിടത്തി അദ്ദേഹത്തിന് വേണ്ട മര്യാദകളൊക്കെ ചെയ്യുന്നു. അടുത്തിരുന്നു കൊണ്ട് കൃഷ്ണനും ജ്യേഷ്ഠനായ രാമനും ഓരോ കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൃഷ്ണൻ ചോദിക്കുകയാണ്, അല്ലയോ മഹാത്മൻ, ഞങ്ങളെ പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തി കാണുവാൻ കംസന് തോന്നിയ ആഗ്രഹം എന്താണ്? ഒന്നും ഒളിക്കരുത്, സത്യം അങ്ങ് ഞങ്ങളോട് പറയണം എന്ന് കൃഷ്ണൻ അക്രൂരനോട് പറയുന്നു. കൃഷ്ണൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അക്രൂരൻ തൊഴുതുകൊണ്ട് ഭഗവാനോട് പറയുകയാണ്, അല്ലയോ പ്രഭു, അങ്ങേക്ക് എല്ലാം അറിയാം. എങ്കിലും എന്നോട് ചോദിച്ച സ്ഥിതിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. വാസ്തവം പറഞ്ഞാൽ അവിടുന്ന് നന്ദഗോപൻ്റെ പുത്രനല്ല. നന്ദഗോപൻ ഒരു വളർത്തച്ഛൻ മാത്രമാണ്. അവിടുത്തെ യഥാർത്ഥമായ പിതാവ് ശൂരസേനൻ്റെ പുത്രനായ വാസുദേവ യാദവനും മാതാവ്
കംസന്റെ സഹോദരിയായ ദേവകീ ദേവിയുമാണ്. അവർ രണ്ടുപേരും ഇന്ന് കംസന്റെ കാരാഗൃഹത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. വിധിയുടെ ക്രൂരത എന്ന് മാത്രമേ പറയാനുള്ളൂ. ദേവകീ ദേവിയെ വസുദേവർ വേളി കഴിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവരുടെ രഥം നയിച്ചിരുന്നത് കംസനാണ്. അപ്പോൾ ആകാശത്തിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായി. ദേവകി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന്. അതോടുകൂടി കംസൻ സഹോദരിയെ വധിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. എങ്കിലും വസുദേവരുടെ വാക്കുകളാൽ അദ്ദേഹം ദേവകിയെ വധിച്ചില്ല. അതിനുശേഷം അവർ രണ്ടുപേരെയും കംസൻ ചങ്ങലയ്ക്കിട്ട് പൂട്ടി കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. ദേവകി പ്രസവിച്ച 6 മക്കളെയും ആ ദുഷ്ടൻ കൊന്നുകളഞ്ഞു. 7ാമത്തെ ഗർഭത്തിലുണ്ടായിരുന്ന പ്രജയെ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഗർഭാശയത്തിലേക്ക് സംക്രമിപ്പിക്കുകയും യഥാകാലം രോഹിണി പ്രസവിച്ച പുത്രനാണ് ബലരാമൻ. വാസ്തവം ആലോചിച്ചാൽ ബലരാമൻ്റെയും ആദ്യ ജനനം ദേവകീദേവിയുടെ ഉദരത്തിലാണ്. 8ാമത് ദേവകീദേവി ഗർഭം ധരിച്ചു, അവിടുത്തെ പ്രസവിച്ചു. കൃഷ്ണ, അങ്ങ് പാതിരാത്രിയിൽ കംസന്റെ കാരാഗൃഹത്തിലാണ് പിറന്നു വീണത്. ആ സമയം നന്ദഗോപന്റെ പത്നിയായ യശോദ ഇവിടെ അമ്പാടിയിൽ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. വസുദേവർ ആ രാത്രിയിൽ തന്നെ ആരുമറിയാതെ അവിടുത്തെ യശോദയുടെ അരികത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ട് ആ പെൺകുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. കംസൻ ആ പെൺകുട്ടിയെയും കൊല്ലാൻ ശ്രമിച്ചു. എങ്കിലും അവൻ്റെ ശ്രമം ഫലിച്ചില്ല. ദേവകി റാണിയുടെ 8ാമത്തെ പുത്രനാണ് ഇവിടെ യശോദയുടെ പുത്രനായി വളരുന്നത് എന്ന് കംസൻ അറിഞ്ഞതുമില്ല. എങ്കിലും തൻ്റെ ശത്രുവായി വളരുന്ന ഒരു പൈതലാണ് അങ്ങെന്നു കരുതി ചില അസുരന്മാരെ അങ്ങേ വധിക്കുവാനായി അവൻ നിയോഗിച്ചു. എങ്കിലും അവൻ അതിൽ പരാജയപ്പെട്ടു. അടുത്ത കാലത്ത് നാരദ മഹർഷിയിൽ നിന്ന് അങ്ങയുടെ ജനന രഹസ്യം മുഴുവനും ആ ദുഷ്ടൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ മുതൽ നിങ്ങളെ രണ്ടുപേരെയും വധിക്കണമെന്നുള്ള ആഗ്രഹം അവനിൽ കൂടുതലായി ഉണ്ടായി. പ്രത്യേകിച്ച് കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഈ ശാപയാഗം അവൻ നടത്തുന്നത്. നിങ്ങൾ വരുമ്പോൾ കുത്തിക്കൊല്ലാൻ യാഗശാലയുടെ മുമ്പിൽ കുവലയാ പീഠം എന്ന മദയാനയെ നിർത്തിയിട്ടുണ്ട്. അവനത് സാധിച്ചില്ലെങ്കിൽ മല്ലയുദ്ധം ചെയ്ത് നിങ്ങളെ വധിക്കുവാൻ വേണ്ട ഏർപ്പാടുകളും കംസൻ ചെയ്തിട്ടുണ്ട്. കൃഷ്ണ, രാമ, നിങ്ങൾ ദിവ്യാത്മാക്കളാണ്. ഞാൻ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കംസൻ ഇതറിഞ്ഞാൽ എൻ്റെ കഴുത്ത് അവൻ വെട്ടിക്കളയും. സ്വന്തം പിതാവിനെ പോലും പിതാവല്ല എന്ന് പറഞ്ഞ് അവൻ കാരാഗൃഹത്തിലിട്ട് അടച്ചിരിക്കുന്നു. അത്ര ദുഷ്ടനാണ് അവൻ. ഈ രഹസ്യങ്ങൾ മുഴുവനും അവൻ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതും. അവൻ രാജാധികാരമുള്ളവൻ. അവൻ്റെ നിർദ്ദേശമനുസരിച്ച് അവനെ ഭയപ്പെട്ട് ഞാൻ ഈ ദൗത്യം നിർവഹിച്ചു എന്ന് മാത്രം. ചതിയാണ് ആ യാഗത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതറിഞ്ഞിരിക്കണം. ഇനി നിങ്ങളുടെ ഇഷ്ടമെന്താണോ അതുപോലെ പ്രവർത്തിച്ചാൽ മതി. വരാനിഷ്ടമില്ലെങ്കിൽ വരണം എന്നില്ല. ഇങ്ങനെ അക്രൂരൻ രാമനോടും കൃഷ്ണനോടും പറയുന്നു. ഇല്ല മാതുല, ഞങ്ങൾ വരും. ആ ശാപയാഗം ഞങ്ങൾക്ക് കാണണം. ഞങ്ങളെ ചൊല്ലി കാരാഗൃഹത്തിൽ കിടന്നു കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് രക്ഷിക്കണം. ആനയോ മല്ലന്മാരോ ആരെങ്കിലും വരട്ടെ. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഞങ്ങൾ വരിക തന്നെ ചെയ്യും എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഈ രാത്രിയിൽ തന്നെ പുറപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് രാമനും അഭിപ്രായപ്പെട്ടു. അങ്ങനെ
അവർ കൃഷ്ണനും രാമനും മധുരയിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ കൃഷ്ണൻ്റെയും രാമൻ്റെയും വൃന്ദാവനവാസം അവസാനിക്കുന്നു. അടുത്ത ഭാഗം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. ഭഗവാന്റെ കൂടെ യാത്ര ചെയ്യുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.